ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയും വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരുവിധം നന്നായി കുഴച്ചെടുക്കുക. കട്ട കെട്ടാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനെ മിക്സീൻ്റെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം തന്നെ സെറ്റാക്കി എടുക്കാം. അത് നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പുട്ടുംകുടത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ചിരട്ട മേക്കറിൻ്റെ അതുകൊണ്ട് അതിലാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ നീളൻ കുറ്റി അതിലും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിലുമാണ് കേട്ടോ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചില്ലിട്ട് തേങ്ങയൊക്കെ ആവശ്യത്തിനിടാം. നീളത്തിലുള്ള ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കണം, മേലെയും ഇടണം. വേറെ ഇതിൽ താഴത്തും മേലെയും മാത്രം ഇട്ടാൽ മതി. അങ്ങനെ എല്ലാം തന്നെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. മേലെയെല്ലാം തേങ്ങ ഇതുപോലെ ഇട്ടിട്ട് റെഡിയാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം അതിലേക്ക് ഓരോന്ന് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നീളത്തിലുള്ള കുറ്റിയാണ് ആദ്യം എടുത്തത്. അത് എടുത്ത ശേഷം വീണ്ടും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറത് വേകാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് രണ്ട് ഇതിലുള്ളതും വെന്ത് കിട്ടിയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.